എന്റെ കുഞ്ഞിനെ പറഞ്ഞ എനിക്ക് അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഈകളുടെ കാര്യം അതിനെ വേണ്ടതുപോലെ അവനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം അവന് കിട്ടും. അവന് കിട്ടുമോ സംശയമാണ്. ചിലപ്പോ എന്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോ ഇല്ലാതായിക്കോളും. ഞാൻ ആ കുഞ്ഞ് വലുതായിട്ട് ഒരു പുണ്യം ഉണ്ടാക്കാൻ പോണില്ല. ദേവൂട്ടിയല്ല കൊലയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു പുണ്യം ഉണ്ടാക്കാൻ പോണില്ല. അപ്പൊ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. അപ്പൊ അതിനങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ അതിന്റെ കഴുത്തറുത്തിട്ട് ഞാൻ പോകും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. ഇവ എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും? ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എന്റെ കൈ കൊണ്ട് തന്നെ ആയി പറയാം പോലെ. വെറും 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊന്നുകളയുമെന്നു സ്ത്രീയെ വഴിയിൽ വെച്ച് കഴുത്തറുത്ത് കളയുമെന്ന് പറയുന്ന ഒരു ക്രിമിനലിന്റെ പരസ്യമായി വെല്ലുവിളിക്കുന്ന വോയിസാണ് നിങ്ങൾ ഈ കേട്ടത്. പെൺകുട്ടികളുടെ ഇൻഫ്ലുവൻസർമാരുടെയും ചിത്രങ്ങളെ ഡീപ് ഫേക്ക് ഉപയോഗിച്ച് മോർഫ് ചെയ്ത് അശ്ലീല വീഡിയോകളാക്കി പ്രചരിപ്പിക്കുന്ന ഒരു മാഫിയ ടെലിഗ്രാം പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെ ഈഗിൾ ഗെയിമിംഗ് പ്രതികരിച്ചതാണ് ഈ സൈബർ ക്രിമിനലുകളെ ചൊടിപ്പിച്ചത്. മുഖം പോലും കാണിക്കാൻ ധൈര്യമില്ലാത്ത ഇക്കൂട്ടർ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും ലക്ഷ്യം വെച്ച് വധഭീഷണി വരെ മുഴക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഏതറ്റം വരെ വരും. ഇൻഫ്ലുവൻസർമാരുടെ ആക്ട്രസിന്റെയും മാത്രമല്ല, സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോസ് വരെ ടെലിഗ്രാമിലുണ്ട് എന്നുള്ളതാണ് ഭയാനകമായ മറ്റൊരു സത്യം. പിടിക്കപ്പെടുന്ന ഉറപ്പാകുമ്പോൾ ഇവർ മാനസിക രോഗികളാന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ വീട്ടുകാർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുന്ന ഇവർ മാനസിക രോഗികളല്ല, ശിക്ഷിക്കപ്പെടേണ്ട ക്രിമിനലുകളാണ്. ഇങ്ങനൊരു അനുഭവം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ പോലീസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിരാശ മാത്രമായിരിക്കും. അവരെ പിടിക്കുക, 4 പൊട്ടിക്കുക, അതേ ഉള്ളു വഴി. പ്രഗ്നന്റ് ആയി ഇരുന്നപ്പോ തൊട്ട് എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി ഇരുന്നപ്പോ തൊട്ട് ഇന്ന് വരെ അവള് ഇതിന്റെ പേരിൽ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുക. ഒരു മോശമായിട്ടുള്ള ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാതെ സോഷ്യൽ മീഡിയയിൽ അവൾ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു മോശമായ ഫോട്ടോ പോലും. അവൾ അത്രയ്ക്കും കെയർഫുൾ ആയിട്ട് നോക്കി ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയാണ് പോസ്റ്റ് ചെയ്യണത്. എന്നിട്ട് പോലും നിന്നെ പോലത്തെ അവന്മാർ ഇതുപോലത്തെ ഗ്രൂപ്പിലിട്ട് എന്റെ വൈഫിനെ ഇത്രയും അപരാധിച്ചിട്ട് നിന്നെയൊക്കെ ഞാൻ വെറുതെ വിടണോ? എന്താടാ നീ ചേച്ചിനെ അങ്ങനെ വിചാരിച്ച് ചെയ്തല്ലെങ്കിൽ നീ ഇത്രയും നാള് നീയൊക്കെ എന്താടാ ചെയ്ത് കൂട്ടിയത്? തെറ്റായി പോയെന്നോ? തെറ്റ് തന്നെയാണ് നീയൊക്കെ ചെയ്തത്. നീ എന്റെ അടുത്ത് കരഞ്ഞു കാണിക്കല്ലേ? 19 വയസ്സിൽ നിനക്ക് എന്ത് വിവരമാണോ ഇല്ലാത്തത്? നമ്മൾ ഇതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തിട്ടോ സംസാരിച്ചിട്ടോ യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇതിനേക്കാളും വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നതേയുള്ളൂ. അതില്ല എന്ന് നമുക്ക് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. ഈ ഒരു വാക്ക് ഞാൻ ഇന്ന് എന്റെ ഉറ്റ സുഹൃത്തിന്റെ സംസാരത്തിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് അവനോടില്ലാത്ത ദേഷ്യവും വാശിയുമില്ലായിരുന്നു. കാരണം നമ്മൾ എന്നും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നമ്മുടെയൊക്കെ വാതിൽപ്പടി കയറുന്നതുവരെ. മറ്റാരെയും കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, ഒരുതരം മാനസിക രോഗത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെല്ലാവരും കണ്ടുകാണും ഈഗിൾ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്ക് നേരെയുണ്ടായ ഭീഷണിയും കൊലവിളിയും. ഇതുപോലത്തെ മാനസിക രോഗികൾ വളർന്നു വരുന്നത് നമ്മളെപ്പോലെയുള്ള നീചന്മാരായ വൃത്തികെട്ട എതിർക്കാൻ ശേഷിയില്ലാത്ത സമുദായമുള്ളതുകൊണ്ടാണ്. ഇതിലും ഭേദമങ്ങ് ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് തന്നെ 100 വട്ടം പറയും. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന്? ഇങ്ങനെയൊരു സംഗതിയുള്ളത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിനു ശേഷം മനസ്സിലാക്കുന്നവർ വരെ ഉണ്ടാകാം. കാരണം ഇതിനൊന്നും നമുക്ക് സമയമില്ല എന്നതാണ് അടിസ്ഥാനം. പക്ഷേ ഇതിനൊക്കെ നിങ്ങൾക്ക് സമയമുണ്ടാകും. ഇന്ന് ചെലവഴിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നിങ്ങൾ ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. നമ്മുടെ വീടുകളിലും കുടുംബക്കാരുടെ ഇടയിലും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഈ സാഹചര്യം വരികയാണെങ്കിലേ നമുക്കൊക്കെ ചിന്തിക്കാനുള്ള ശേഷി തന്നെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ പറയുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല. ഇന്നത്തെ ടെലഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി സ്വന്തം അമ്മയുടെയോ സഹോദരിയുടെയോ സുഹൃത്തുക്കളുടെയോ ചിത്രങ്ങൾ വിൽപ്പന നടത്തി പണമുണ്ടാക്കുന്ന പ്രവണത വർദ്ധിച്ചുവരികയാണ്. ആധുനിക AI സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്ത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ നിർമ്മിക്കുകയും അത് കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരുപറ്റം മൃഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ മനോഭാവം സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാകും, ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്ന്. ഞാൻ ഈ പറഞ്ഞ അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ ഇതിൽ വരുന്നത് അയൽവാസിയോ സുഹൃത്തോ അയച്ചു കൊടുത്ത ഫോട്ടോ അല്ല. സ്വന്തം മക്കളും ജ്യേഷ്ഠാനുജന്മാരും അവരുടെ മൃഗീയമായ മാനസിക രോഗം മൂലം അയച്ചു കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈഗിളിന്റെ വീഡിയോ കണ്ടു മനസ്സിലാക്കാം. അതിൽ പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നാണ്. ഇവരെല്ലാം പണത്തിനു വേണ്ടി സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും അതുപോലെ തന്നെ വഴിയിൽ കാണുന്ന അപരിചിതരായ സ്ത്രീകളുടെയും മറ്റും ഫോട്ടോകൾ വിൽക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും വളർച്ചയ്ക്ക് കാരണം നമ്മൾ തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ചിന്താഗതിയുള്ള നമ്മൾ തന്നെയാണ് ഇവർക്ക് ഏറ്റവും വലിയ വളക്കൂർ. ഞാനിതിവിടെ പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഫോണുകൾ വാങ്ങിവെക്കണമെന്നോ അവരെ അടിച്ചുപൊളിക്കണമെന്നോ അല്ല. അങ്ങനെ ചെയ്യുന്നതും ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കുട്ടികളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും ഇതുപോലത്തെ വീഡിയോകളും മറ്റും കാണണമെന്നുള്ള ടെൻഡൻസി കൂട്ടുമെന്നല്ലാതെ അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ശേഷി അവരുടെ ബ്രെയിൻ കൊടുക്കുകയില്ല. കാരണം ഇതൊരു തരം ലഹരിയാണ്. ഈ ലഹരി ഉപയോഗിച്ചാൽ ഏതൊരു പ്രശ്നത്തിൽ നിന്നും താൽക്കാലിക ആശ്വാസം കിട്ടുന്ന ലഹരി. അപ്പോൾ നിങ്ങൾ അവരെ ഉപദ്രവിക്കുകയോ അവരോട് കടുംപിടുത്തം പിടിക്കുകയോ ചെയ്താൽ അവർ അതിലേക്ക് എരിഞ്ഞു പോവുകയുള്ളൂ.
പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവർക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഉന്നതമായ സ്കൂളുകളിലും കോളേജുകളിലും അവരെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്തെങ്കിലും എന്നോട് അവരുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്ന്? അത് തുറന്നു പറയില്ല. കാരണം അത് തുറന്നു പറയാനുള്ള വേണ്ട രീതിയിലുള്ള വളർച്ചകൾ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടില്ല. മക്കളെ വളർത്തുമ്പോൾ വലിയ തരത്തിലുള്ള വിദ്യാഭ്യാസ വിദ്യാലയങ്ങൾ കൊടുത്താൽ പോരാ, മാതൃസ്നേഹവും പിതൃസ്നേഹവും ഇതിന്റെ കൂടെ കൊടുക്കേണ്ടതാണ്. മാതൃസ്നേഹവും പിതൃസ്നേഹവും പണം കൊണ്ട് കൊടുത്താൽ പോരാ. അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അത് നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അവരുടെ ഇടയിൽ വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയണം. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹത്തിന്റെ ലഹരി മറ്റൊരു അഡിക്ഷനിലും കിട്ടുകയില്ല എന്ന് എവിടെയും എപ്പോഴും പറയാൻ തയ്യാറാണ്. ഇല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? കാരണം അതിനേക്കാൾ വലിയ ലഹരിയൊന്നും ഈ ഭൂലോകത്ത് വേറെയില്ല. മക്കളെ നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 1. മക്കളെ കേൾക്കുക. അവർ എന്തു പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടാതെ കേൾക്കാൻ ശ്രമിക്കുക. എന്ത് തെറ്റ് ചെയ്താലും അച്ഛനോടും അമ്മയോടും പറയാം എന്ന വിശ്വാസം അവരിലുണ്ടാകണം. 2. സമയം നൽകുക. ദിവസവും കുറച്ച് സമയം ഫോണൊക്കെ മാറ്റിവെച്ച് അവരോട് സംസാരിക്കുക. അവരുടെ കൊച്ചു കാര്യങ്ങൾ പോലും ചോദിച്ചറിയുക. 3. സുഹൃത്താകുക. പേടിപ്പിക്കുന്ന ഒരു രക്ഷിതാവാകാതെ അവരുടെ ഒരു നല്ല കൂട്ടുകാരനാകാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇടയിൽ ഈ പ്രശ്നമുണ്ടാവുകയില്ല എന്ന് നാം പറഞ്ഞിരുന്നാൽ പോരാ. നമ്മുടെ വീടുകളിലും കൂട്ടുകുടുംബങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള പ്രശ്നം, ഇങ്ങനെയുള്ള രോഗികൾ വളർന്നു വരില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ നാം ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള അശ്ലീല വീഡിയോകളും ഫോട്ടോകളും വിറ്റഴിച്ച് കാശുണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഇത്രയധികം വളർന്നു വരില്ലായിരുന്നു. ഇനിയും നമ്മൾ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ 100% നമ്മളും നാളെ അവരിൽപ്പെട്ട ഒരാളായി മാറും. ഇത് ഒരു വ്യക്തിക്കെതിരായ കുറ്റാരോപണമല്ല, ഒരു രാഷ്ട്രീയമോ മതമോ വർഗമോ ജാതിയോ നോക്കി പറയുന്ന വാക്കുകളുമല്ല. മനുഷ്യനായി ജനിച്ചിട്ടും മനുഷ്യത്വം ഉപേക്ഷിച്ചുപോയ ഒരു മാനസിക അവസ്ഥയോടുള്ള മുന്നറിയിപ്പാണിത്. ഇന്നിവിടെ മൗനം പാലിക്കുന്ന ഓരോരുത്തനും ഇതൊക്കെ നമ്മളെ ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ഓരോ വീട്ടുകാരനും ഓരോ മാതാപിതാവും ഓരോ സുഹൃത്തും എല്ലാവരും ഓർക്കണം, പ്രശ്നങ്ങൾ നമ്മൾ ക്ഷണിച്ചാലല്ല, നമ്മൾ അവഗണിച്ചാലാണ് നമ്മുടെ അടുത്തേക്ക് കയറി വരുന്നത്. ഇന്നത് മറ്റൊരാളുടെ വീട്ടിലായിരിക്കാം, മറ്റൊരു കുടുംബത്തിലായിരിക്കാം. പക്ഷേ നാളെ അതേ തീ നമ്മുടെ വാതിൽപ്പടിയിലും എത്തില്ലെന്ന് ഉറപ്പു നൽകാൻ ഒരാളിനും കഴിയില്ല. അതുകൊണ്ട് ഇതൊരു മുന്നറിയിപ്പായി മാത്രം കാണരുത്, ഇതൊരു ഉത്തരവാദിത്തമായി കാണണം. ഇവിടെ ഞാൻ വെറും പറയുന്നവനായി നിൽക്കുന്നില്ല. ഞാൻ എന്റെ സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഇതിൽ നിന്ന് അകറ്റി നിർത്തിയെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്കുകൾക്ക് എനിക്ക് ധൈര്യമുള്ളത്. അതുപോലെ തന്നെ നിങ്ങളും അവരെ കണ്ടു സംസാരിച്ചു. അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ മാലിന്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം. ഇത് ഉപദേശമല്ല, ഓരോരുത്തരുടെയും നേരിട്ടുള്ള ഉത്തരവാദിത്തമാണ്. നമ്മുടെ മൗനം, നമ്മുടെ അനാസ്ഥ, നമ്മുടെ പിന്നെയാകട്ടെ എന്ന മനോഭാവം, ഇതെല്ലാം ചേർന്നാണ് ഇത്തരത്തിലുള്ള മൃഗീയ മനസ്സുകൾ സമൂഹത്തിൽ വളർന്നുവരുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും വീട്ടിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന് തന്നെ ഇത് തടയാൻ തുടങ്ങാത്ത പക്ഷം നാളെ കുറ്റം പറയാൻ നമ്മൾ ആരെയും കാണില്ല. അന്ന് നമ്മൾ തന്നെ നമ്മുടെ കണ്ണാടിയിൽ നോക്കി ചോദിക്കേണ്ടി വരും, ഇത് തടയാൻ ഞാൻ എന്തു ചെയ്തു? അതിന് ഉത്തരമില്ലാതാകാതിരിക്കട്ടെ. ഇത് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു, ഇനി തുടങ്ങേണ്ട സമയമാണ്.